പണ്ഡിതന്മാരെയും മുതഅല്ലിമീങ്ങളെയും മുഴുവനും ഒരു ദജ്ജാല് പിടിച്ചു വേകിയ ഘട്ടത്തിലാണ് എന്നെ പോലുള്ള ആളുകളൊക്കെ കർമ്മരംഗത്ത് വരാൻ തുടങ്ങിയത് കേട്ടോ. അന്ന് ഞാൻ ആ ഭാഗത്ത് തെറ്റി പറയുന്നില്ല. ആ ദജ്ജാലിപ്പോ മുജാഹിദീങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. വളരെ അപകടകരമായ നിലയിലാണ് കേൾക്കുന്നത്. മറ്റേ സോക്കടായി കിടക്കുന്ന ആളില്ലേ, ആശുപത്രിയിൽ കിടക്കുന്ന ആള്, മുജാഹിദിന്റെ ആശുപത്രിയിൽ കിടക്കുന്ന ആളില്ലേ, മൈത്ര ആശുപത്രിയില്, അയാള് മറ്റേ നിലക്ക്, ഞാൻ നീട്ടിപ്പറയല്ല, കുറച്ച് ഓവറായി പോയി എനിക്കറിയാം. കുറച്ച് ആളുകൾ ഈ പറഞ്ഞതൊക്കെ കേൾക്കേണ്ടതുണ്ട്, വെറുതെ പറഞ്ഞതല്ല കേട്ടോ. ഇത് വെറുതെ പറഞ്ഞ നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ എന്താ നടന്നത്, എങ്ങനെ എ പി ഉണ്ടായത്, എങ്ങനെയാ ഈക്ക ഗ്രൂപ്പായത് പഠിക്കണ്ടേ, വളരെ ശ്രദ്ധിക്കണം. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമക്കെതിരിൽ കേസ് കൊടുത്ത ആളുകളാണ് അവർ. അവരെ കൂടെ കൂടിയാൽ അവൻ അല്ലാഹുവിന്റെ ലാനത്ത് ഇറങ്ങും. പണം കൂടൂലെന്നല്ല, പണം ദുബായ് ഷെയ്ഖ് 124 നില 125 നില ബിൽഡിംഗ് ഉണ്ടാക്കിയ ആളാണ് ഷെയ്ഖ് മുഹമ്മദ്. അതുകൊണ്ട് അയാൾക്ക് വലിയ മസിയത്തുണ്ടോ? ഉണ്ടോ? ദുബായില് ഒരു കൊല്ലം കൊണ്ട് അയാള് 1000കണക്കിൽ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. എക്സ്പോർട്ടിന് വേണ്ടി ഉണ്ടാക്കിയാല് ഷെയ്ഖ് മുഹമ്മദ് അതൊക്കെ വിറ്റ് കാശാക്കി. അതുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദിന് എന്ത് മസിയത്താണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവിടെ യോഗ്യത. അതുപോലെ നോളേജ് സിറ്റിയോ എന്ന പേരിൽ ആരോടെങ്കിലും ഷെയർ സ്വീകരിച്ചിട്ട് ഒരു 100-100 ബിൽഡിംഗ് ഉണ്ടാക്കിയാൽ അതാണോ യോഗ്യത? നിങ്ങളിൽ അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും അക്രമായ ആള്, ഏറ്റവും തഖ്വയുള്ള ആളാണ്. അതാണ് നമ്മൾ നോക്കേണ്ടത്. ബിൽഡിങ്ങിന്റെ വണ്ണമോ, അവിടുത്തെ വെള്ളച്ചാട്ടമോ, അവിടുത്തെ ടൂറിസ്റ്റുകൾക്ക് മുങ്ങിക്കുളിക്കാൻ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും മുങ്ങിക്കുളിക്കാൻ ഉടുത്തിട്ടും ഉടുക്കാതെയും കുളിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കലല്ല. 8 കവാടമുള്ള ഒരു മസ്ജിദ് എന്ന പേരിൽ ഒരു മസ്ജിദ് 120 റൂം ബിസിനസിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ട് അതിനാദ്യമായി നിസ്കരിച്ച നിസ്കാരത്തോടുകൂടി ആ നിസ്കരിച്ച ഇമാമിന് രോഗം വന്നില്ലേ? ഇതൊക്കെ ആലോചിക്കാൻ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാനാണ് പടച്ചതമ്പുരാൻ ഇത്തരം ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നത്. പാണക്കാട് സാദാത്യങ്ങൾക്ക് എന്തോ ഒരു പ്രത്യേകത മഹാന്മാരായ അരിഫീകളായ ഔലിയാക്കന്മാരായ പണ്ഡിതന്മാർ കണ്ടിട്ടുണ്ടെങ്കിൽ പാണക്കാട് തങ്ങന്മാരോടും ഒരുത്തനും വിരൽ ചൂണ്ടണ്ട, കളിച്ചു പോവണ്ട, അത് തീക്കളിയായിരിക്കുമെന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. വളരെ സൂക്ഷിച്ചു കൊള്ളണം. നിങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ്, സംഘടനയെ സംബന്ധിച്ച് പഠിച്ചിരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതൊക്കെയാ പണ്ട് കഴിഞ്ഞത്. ചെറിയൊരു സൂചന നൽകാൻ മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സഹായിക്കട്ടെ.